ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് 2-3 വീഡിയോസ് ആയിട്ട് ഒരു ഫേസ് പാക്ക് ട്രൈയിങ് വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മീൻസ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ള ഫേസ് പാക്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ജെനുവിൻ റിവ്യൂ പറയുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വീഡിയോ തൊട്ടിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് സബ്സ്ക്രൈബർ തന്ന വീഡിയോ ആണ് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഇത് പക്ഷേ ഏത് ലാംഗ്വേജ് ആണ് എന്നെനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് അറബിക്കാണ് കേട്ടോ. ചാനൽ ഒരു അറബിക് ആളുടെ ചാനലാണ്. പക്ഷേ വീഡിയോയിൽ അങ്ങനെ വോയിസ് ഒന്നുമില്ല, ജസ്റ്റ് സബ് ടൈറ്റിൽസും ഒരു സോങ്ങും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. സബ് ടൈറ്റിൽസ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു വീഡിയോ ആണ് അയച്ചത്. അത് 1-2 ആൾക്കാരൊന്നും അല്ല കേട്ടോ കണ്ടിട്ടുള്ള, ഒരു 30+ മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആണ്. പക്ഷെ നമ്മളെന്താ പറയുക, നോർമലി ഒരു ഇന്ത്യൻ ടൈപ്പ് ഫേസ് പാക്സ് അങ്ങനെയൊന്നുമല്ല. കുറേ നാളായിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ജാപ്പനീസ് കൊറിയൻ റൈസ് മാസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ജാപ്പനീസ് റൈസ് ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫസ്റ്റ് യൂസിൽ തന്നെ 10 ഷെയ്ഡ്സ് വരെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഉള്ള ഒരു സ്കിൻ ടോണിൻ്റെ 10 ഷെയ്ഡ് കൂടും എന്നാണ് പറയുന്നത് കേട്ടോ ഫസ്റ്റ് യൂസിൽ. അപ്പം നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ തിയറീസ് പറഞ്ഞൊന്നും നീട്ടുന്നില്ല. റിമൈൻഡർ പഴയ പോലെ ഞാൻ പറയുന്നുമില്ല ഫസ്റ്റ് യൂസിൽ തന്നെ ആ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുമില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഈ ഒരു ഫേസ് പാക്കിന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ റൈസാണ്. അപ്പോൾ ഞാൻ ഇവിടെ നല്ല വെള്ള അരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒരു 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ അവർ പറഞ്ഞ പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കുക. റോ മിൽക്ക് ഒഴിക്കുക കേട്ടോ. തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ ഒലീവ് ഓയിലാണ് കേട്ടോ. 1 സ്പൂൺ ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ അത്യാവശ്യം ഓയിൽ കണ്ടൻസ് ഒക്കെ ഉള്ള സാധനങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിട്ടതിന് ശേഷം മോയ്സ്ചറൈസർ ഒന്നും വേണ്ടി വരത്തില്ല. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും. ഇതിൽ കോക്കനട്ട് ഓയിലിന് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. മീൻസ് ഇപ്പോൾ ആൽമണ്ട് ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു ക്രീമി ടെക്സ്ചറാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ. ഇനി നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ അവർ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും കൈ തന്നെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് വെക്കണം എന്നാണ് പറയുന്നത് ഇട്ടിട്ട്. ഇത് എന്തുകൊണ്ടാണ് കയ്യിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കയ്യിലാകുമ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടി വിസിബിളായിട്ട് അറിയാൻ പറ്റും. ഫേസിൽ അത്രത്തോളം നമുക്കത് മനസ്സിലാവത്തില്ല റിസൾട്ട്. ഇപ്പോൾ ഇത് 15 മിനിറ്റ് വെച്ചപ്പോഴേക്കും കൈ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളം തൊട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സർക്കുലർ മോഷനിൽ. എന്നിട്ടാണ് ഞാനത് റിമൂവ് ചെയ്യുന്നത്. ഈ ഫേസ് പാക്ക് ശരിക്കും ഒരു ഷെയ്ഡ് ബ്രൈറ്റൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ട് ഇതാണ്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ 10 ഷെയ്ഡ്സ് ബ്രൈറ്റൻ ആയി എന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ ആയിട്ടേ ഇല്ല. അങ്ങനെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വീക്ക്ലി 2 ടൈംസ് യൂസ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ടൈംസ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലത്തെ ഫേസ് പാക്സ് പോലെയൊന്നുമല്ല. ഇതെല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നമുക്ക് സ്കിന്നിന് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. പക്ഷേ ഇത് ഫസ്റ്റ് യൂസിൽ അവർ പറഞ്ഞ ആ ഒരു റിസൾട്ട് ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഗ്രാജുവലി നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ഫേസ് പാക്ക് ആണ്. നമ്മൾ ഇതിനു മുന്നേ ട്രൈ ചെയ്തൊക്കെ കോൾഗേറ്റും അതും ഇതൊക്കെ വെച്ചിട്ടുള്ള ഫേസ് പാക്സ് ആണ് കേട്ടോ. അതൊന്നും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്സ് ഒന്നും അല്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ഒക്കെ ചെയ്ത് നോക്കിക്കോളൂ. വേറെ ഒരു കുഴപ്പമില്ല ഈ ഫേസ് പാക്ക്. അപ്പം ഞാനിത് ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ബേബി സ്കിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. എന്താ പറയുക,
നോർമലി ഉള്ള ഫേസ് പാക്സിനെ പോലെയല്ല. ജാപ്പനീസ് റൈസ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ അരി എന്ന് പറയുന്നത് ഒരു വൈറ്റനിങ് ഏജൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. പക്ഷേ ഫസ്റ്റ് യൂസിലല്ല, നമ്മൾ ഗ്രാജുവലി യൂസ് ചെയ്യുക. ആഴ്ചയിൽ അവർ പറഞ്ഞ പോലെ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഗ്രാജുവലി നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു 2 ആഴ്ച ഞാൻ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇടാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ട്രൈ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ എനിക്കത് അയച്ചു തരാം കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരാം. ഇതേ സെയിം നെയിം തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ നെയിമും, ബ്ലിസ്ഫുള്ളി അഞ്ജു തന്നെയാണ് ഇൻസ്റ്റാ നെയിമും. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ വീഡിയോസ് റിവ്യൂ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.